ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലയോ? എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാൽ തുടങ്ങാം നമുക്ക്. എല്ലാവരും വാ. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളെ താല്പര്യമില്ലാതെ നമ്മളെ ചില മാതാപിതാക്കളൊക്കെ മക്കളെ കല്യാണം കഴിച്ചു വിടുന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ സമ്മതമില്ലാതെ 10-18 വയസ്സാകുമ്പോഴത്തേനെ കല്യാണം കഴിച്ചൊക്കെ വിടുന്നുണ്ട്, അവരുടെ താല്പര്യാർത്ഥമല്ലാതെ. ആ ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ താല്പര്യമില്ലാതെ ചിലരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചാണെന്നുണ്ടെങ്കിൽ പഠിത്തമൊക്കെ നിർത്തി കല്യാണം കഴിച്ചൊക്കെ വിടുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെ താല്പര്യാർത്ഥം അല്ലാതെ പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അവർക്ക് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ പഠിക്കട്ടെ. എത്രയും പഠിക്കാമോ അത്രയും പഠിക്കട്ടെ. അവർക്ക് പഠിച്ചൊരു ജോലിയൊക്കെ സ്വന്തമായിട്ട് സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പം അവർക്കൊരു പ്രായമൊക്കെ ആവുമല്ലോ. ആ സമയത്ത് അവരുടെ താല്പര്യാർത്ഥം മാത്രം അവർക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ താല്പര്യാർത്ഥത്തിൽ കല്യാണം കഴിപ്പിക്കുക. അതാ ഏറ്റവും നല്ലത്. അവരുടെ സമ്മതത്തോടു കൂടി മാത്രം. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ആവുമല്ലോ അപ്പോഴത്തേന്. അവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു വരുമാന മാർഗ്ഗമാവുമല്ലോ. അല്ലാതെ അവരുടെ നിർബന്ധത്തിൽ അവരെ പിടിച്ച് ചെയ്യിപ്പിക്കാതിരിക്കുക ഏറ്റവും നല്ലത്. അവരുടെ ഇഷ്ടത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ഒന്നും നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ അപ്പോഴത്തേനാവുമല്ലോ. ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലോ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഭാരം ഇറക്കാനും ബാധ്യത ഒഴിവാക്കാനുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ അവരുടെ താല്പര്യമില്ലാതെ കഴിപ്പിക്കാതിരിക്കുക ഏറ്റവും നല്ലതായി. ഇപ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വളരെ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ ചുറ്റും നടക്കുന്നത്. അതൊക്കെ നമ്മൾ കണ്ടും കേട്ടുമൊക്കെ ഇരിക്കുമല്ലയോ. ഇത് കുഞ്ഞുങ്ങളും കാണുമല്ലയോ. അവർക്കും ഇപ്പം കല്യാണത്തോടൊക്കെ മടുപ്പ് തോന്നുന്നത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലയോ. നമ്മളതുകൊണ്ട് ഒന്നിനും നിർബന്ധിക്കാതിരിക്കുക. അതാ ഏറ്റവും നല്ലത്. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള പേരൻസിനെല്ലാം ഒരു വെപ്രാളം അല്ലയോ. ആ വെപ്രാളപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാലം കഴിഞ്ഞാലും അവരൊക്കെ ജീവിച്ചു പോകും. ഇന്ന് പണ്ടത്തെ പോലുള്ള ആൾക്കാരൊന്നുമല്ല പിള്ളേർ. ഇപ്പോൾ ഉള്ള പിള്ളേർക്കെല്ലാം നല്ല അറിവും ബോധവും ഒക്കെ ഉള്ള പിള്ളേരാണ്. അവരെല്ലാം നല്ല രീതിക്ക് തന്നെ ജീവിച്ചു പോകും. നമ്മുടെയൊക്കെ ധാരണ തെറ്റാതെ നമ്മുടെ കാലം കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളത്. അവർ നല്ലതായിട്ട് തന്നെ ജീവിച്ചു പോകും. ഒരു കുഴപ്പവുമില്ല. നമ്മളായിട്ട് തന്നെ അവരുടെ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നിൽക്കാതിരിക്കുക നല്ലത്. അതുങ്ങൾ പഠിച്ച് അവർ നല്ല ഉയർച്ചയിലെത്തട്ടെ. നല്ല ഒരു ഭാവി അവർക്ക് ഉണ്ട്. അത് നമ്മളായിട്ട് തന്നെ തല്ലിക്കെടുത്താതിരിക്കുന്നാൽ മതി. കല്യാണമെന്ന് പറയുന്ന ഒരു അവസാന വാക്കൊന്നുമല്ല, ആണോ? കല്യാണമൊക്കെ അത് സമയമാകുമ്പോൾ അത് നടക്കാതിരിക്കത്തില്ല. അതുങ്ങളുടെ പഠിത്തത്തിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. അതാ അതിൻ്റെ ശരിയായ രീതി. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് അതുങ്ങളുടെ കാര്യങ്ങളുടെ എല്ലാം നമ്മൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക നല്ലത്. അവരുടെ ഭാവിയെല്ലാം സുരക്ഷിതമാവുക തന്നെ ചെയ്യും. അത് നമ്മൾ തന്നെ വെപ്രാളം പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരുപാട് പേരൻസൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങ് വെപ്രാളമാണ്. ഇനി നാളെയോ എന്ത് ചെയ്യും, കല്യാണം കഴിച്ച് വിട്ടില്ലല്ലോ എന്ത് ചെയ്യും, സമയമാകുന്നല്ലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ചോദ്യം, അയ്യോ കല്യാണം കഴിച്ച് വിടുന്നില്ലയോ, പ്രായമായില്ലയോ, അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതം ആക്കുക. അതാ നമുക്ക് ലക്ഷ്യം. അതാ വേണ്ടത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അവരുടെ താല്പര്യാർത്ഥം നടത്തുക. അതിനുള്ള സമയമാകുമ്പോൾ അതൊക്കെ നടന്നു പോകും. പണ്ടത്തെ കാലമൊന്നുമല്ലല്ലോ. പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നതിന് കല്യാണം കഴിച്ച് പോവുക. ഒരു കാഴ്ച കാണും. പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു കാഴ്ച കാണും. കല്യാണപ്പന്തലിലായിരിക്കും പിന്നെ കാണുന്നത് അല്ലയോ. അവൻ്റെ സ്വഭാവം എന്തുവാണെന്നോ അവരെന്തുവാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല. അതിൽ നിന്നൊക്കെ എത്രയോ പുരോഗമിച്ചു ഇപ്പോൾ കാലം. പിള്ളേർക്ക് തന്നെ അത് ഇപ്പോൾ അവർക്കൊരു കണ്ടു കഴിഞ്ഞാലും കല്യാണം കാണാൻ വന്നാലും അവർക്കൊന്ന് സംസാരിക്കാനും എടുക്കാനും കാര്യങ്ങളൊക്കെ കുറേ മനസ്സിലാക്കാനും ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് പഴയതിലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കത്ത് പോലും ഇല്ലല്ലോ. ഒരു കാഴ്ചയല്ല ഉള്ളൂ. പിന്നെ കാണുന്ന എന്താ കല്യാണപ്പന്തലില്ല അല്ലയോ. അങ്ങനെയുള്ള കാലമൊന്നുമല്ല. ഇപ്പം ഒരുപാടൊക്കെ കാലം മാറിയിട്ടുണ്ട്.
ആൾക്കാരെയൊക്കെ കുറേയൊക്കെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പഴയ കാലത്തെ എൻ്റെ കൂട്ടൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ താല്പര്യാർത്ഥം മൊത്തത്തിൽ വിട്ടുകൊടുക്കണമെന്നുള്ളതല്ല പറയുന്നത്. ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും ഇപ്പം നമുക്ക് എല്ലാം മനസ്സ് മടുത്തിരിക്കുക. ആൾക്കാരുടെ എല്ലാം ഇത് കാണുകയും കേൾക്കുകയും എന്നും അതൊക്കെ തന്നെയല്ലയോ. അപ്പം കുഞ്ഞുങ്ങളുടെ താല്പര്യം കൂടെ നോക്കുക. അവരുടെ താല്പര്യത്തിന് കൂടെ നമ്മൾ കുറേയൊക്കെ പരിഗണന കൊടുക്കുക. അങ്ങനെ ആയ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ പോകും. എല്ലാവർക്കും നന്ദിയുണ്ട്. നമസ്കാരം. എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.